പേഴ്സണൽ സ്റ്റാഫ് നിയമങ്ങൾ ഉത്തരവിറങ്ങി. മീഡിയ സെക്രട്ടറിയായി റോയ് മാത്യുവിനെ നിയമിച്ചു. പ്രസ് സെക്രട്ടറിയായി സിജിജി എസിനെയും സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ടി ശ്രീകുമാറിനെയും നിയമിച്ചു. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വിരമിച്ച പ്രമുഖരും ഉൾപ്പെടെ 20 പേരെയാണ് ആദ്യഘട്ടത്തിൽ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിലപാടിനെ പിന്തുണച്ച് ബിനീഷ് കോടിയേരി. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു തമാശയോ ട്രോളോ പോലെ തോന്നാം. എന്നാൽ അതൊരു പേരിനേക്കാൾ വലിയൊരു പ്രതിഷേധമാണ്. അവഗണിക്കപ്പെട്ടവരുടെ ശബ്ദം, പരിഹസിക്കപ്പെടുന്ന യുവത്വത്തിൻ്റെ കോപം, മതവും വെറുപ്പും കൊണ്ട് മടുത്തുപോയ ഒരു തലമുറയുടെ ചോദ്യം, ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ പറഞ്ഞു. പയ്യന്നൂരിൽ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് ബോംബെറിഞ്ഞ കേസിൽ 4 CPIM നേതാക്കളെ വെറുതെ വിട്ടു. ഷിജിൻ ടി, CV നന്ദകുമാർ, K വികാസ്, K രഞ്ജിത്ത് എന്നിവരെയാണ് വെറുതെ വിട്ടത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. പോലീസ് അന്വേഷണം കൃത്യമല്ലെന്നും പ്രതികൾക്ക് സംശയത്തിന്റെ ആനുകൂല്യമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. കേസ് അന്വേഷിച്ച നർക്കോട്ടിക് സെൽ DYSPക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശിച്ചു. 2016 ജനുവരി 16 കേസിനാസ്പദമായ സംഭവം നടന്നത്. CI ഉൾപ്പെടെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് ബോംബെറിയുകയായിരുന്നു. പോലീസിന് നേരെ ബോംബെറിഞ്ഞ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട CPIM നേതാവ് VK നിഷാദിനെതിരെ കാപ്പ ചുമത്തിയതും ഷുക്കൂർ വധക്കേസിൽ P ജയരാജനെ അറസ്റ്റ് ചെയ്തതുമടക്കം പോലീസിനെതിരായ രോഷമായിരുന്നു ബോംബേറിന് കാരണമെന്നായിരുന്നു കേസ്. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസ ഫണ്ട് KPCC തട്ടിച്ചെന്ന പ്രചാരണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി കോൺഗ്രസ് വനിതാ നേതാവ് ദീപ്തി മേരി വർഗീസ്. വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി വേണമെന്നും നേരത്തെ DGPക്ക് നൽകിയ പരാതി അന്വേഷിക്കണമെന്നും ദീപ്തി മേരി വർഗീസ് പരാതിയിൽ ആവശ്യപ്പെട്ടു. വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി കോൺഗ്രസിനും UDFനും എതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ DGPക്ക് പരാതി നൽകിയിരുന്നു. KSRTCയുടെ പുത്തൻ ഡിസൈൻ ശോകം. ഗ്ലാസ് ജനലുകളും ഇടുങ്ങിയ പാസേജും യാത്രക്കാരെ വലയ്ക്കുന്നു. വലിയ അവകാശവാദങ്ങളോടെ KSRTC നിരത്തിലിറക്കിയ പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് കടുത്ത യാത്രാ ദുരിതം. വായു സഞ്ചാരമില്ലാത്ത ഗ്ലാസ് ജനലുകളും ഇടുങ്ങിയ പാസേജും മരത്തടി പോലുള്ള സീറ്റുകളും ദീർഘദൂര യാത്രക്കാരെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് തള്ളിവിടുന്നത്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഈ ഡിസൈൻ മാറ്റണമെന്നും ബസ്സുകൾ അടിയന്തരമായി പിൻവലിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം.